സത്യൻ അന്തിക്കാട് കഥ, തിരക്കഥ, സംവിധാനം നിർവഹിച്ച ചിത്രം കളിയിൽ അല്പം കാര്യം. എറണാകുളം ടൗണിലെ ഒരു കുടുംബം, ക്ലബ്ബും പാർട്ടിയുമെല്ലാമായി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു മോഡേൺ ഫാമിലി. ഇതാണ് അച്ഛൻ. പാർട്ടി കഴിഞ്ഞ് വന്നതാണ്. അമ്മ പൊങ്ങച്ചക്കാരിയാണ്. ക്രിക്കറ്റ് പ്രേമിയായ മകൾ. ഡാൻസും പാർട്ടിയുമായി ഉല്ലസിക്കുന്ന ഇളയ മകൻ. മൂത്ത മകൻ വിനയൻ രാവിലെ 5:30 സാധകം ചെയ്യാറുണ്ട്. ഇന്ന് ഒരു കൂട്ടുമുണ്ട്. വിനയന്റെ സംഗീതം കേട്ട് രാവിലെ 8 മണിക്ക് ഉറക്കം നഷ്ടപ്പെട്ട അനിയനും അമ്മയും. അമ്മ വിനയനെ വിളിക്കുകയാണ്. എന്താ നിലവിളിക്കുന്നതെന്ന്. രാവിലെ സംഗീതം കേട്ടുണരുന്നത് ഒരു രസമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും എത്തി. ഒടുവിൽ വിനയനും. വിനയൻ പരിഷ്കാരിയല്ല. എറണാകുളത്തെ ഒരു മോഡേൺ ഫാമിലിയിൽ ജീവിക്കുമ്പോഴും ഒരു ഗ്രാമീണ ജീവിതം ആഗ്രഹിക്കുന്ന പുസ്തകപ്പുഴുവായ ഒരാൾ. ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ലേ? അതെ, വല്ല നാട്ടിൻപുറത്തും ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേഴ്സും അറിയില്ല ചേട്ടന് എന്നാണ് അനിയത്തിയും അനിയൻ ബാബുവും പറയുന്നത്. ആദർശവാദിയും ആത്മീയനുമാണ് വിനയൻ. സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. ഗ്രാമത്തിന്റെ ശാന്തതയാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരകുട്ടി. അച്ഛൻ ഓഫീസിലേക്കും മകൾ കോളേജിലേക്കും. എന്നാൽ മകൾക്ക് വഴിയിലിറങ്ങി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ബുക്ക് വാങ്ങിയിട്ട് വേണമത്രേ കോളേജിൽ പോകാൻ. കള്ളത്തരം ഡ്രൈവറിനറിയാം. ആ ബൈക്കിൽ പോയതാണ് ഫ്രണ്ട്. അമ്മ പതിവ് പോലെ പൊങ്ങച്ചത്തിലാണ്. അച്ഛൻ ഓഫീസിൽ തിരക്കിലാണ്. കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുകയാണ് ഇളയ മകൻ ബാബു. സർക്കാർ ജോലി കിട്ടിയ സന്തോഷത്തിൽ ഈ വാർത്ത അമ്മയോട് പറയാൻ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് വിനയൻ. എന്നാൽ അമ്മ അതിനെ അവഗണിച്ചു. രാവിലെ വീട്ടിൽ പ്രതിഷേധം. സർക്കാർ ജോലി നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന്. എന്നാൽ എളിമയാണ് ഏറ്റവും വലിയ സ്വത്ത് എന്നാണ് വിനയൻ പറയുന്നത്. മണിക്കുളങ്ങര വില്ലേജ് സ്വപ്നം കണ്ടു കിടക്കുകയാണ് കഥാനായകൻ. മണിക്കുളങ്ങര വില്ലേജിലെ രാരിച്ചൻ നായരുടെ വീട്ടിൽ പെണ്ണുകാണാൻ വന്നതാണിവർ. 6 മക്കളുണ്ട് രാരിച്ചൻ നായർക്ക്. ഇതാണ് മൂത്ത മകൾ രാധ. ഒരുപാട് പെണ്ണുകാണൽ നടന്നതാണ്. കുട്ടിയെ അവർക്കിഷ്ടമായി. എന്നാൽ കുട്ടിക്കിഷ്ടമായില്ല. 26ാമത്തെ ആലോചനയാണിത്. മുറച്ചെറുക്കനാണിത്. രാധയെ പെണ്ണുകാണാൻ ആരു വന്നാലും രാരിച്ചൻ നായരുടെ അനന്തരവൻ ഇങ്ങനെ വരും. സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ഉദ്ഘാടകനെ കാത്തു നിൽക്കുകയാണ് പൊതുപ്രവർത്തകനായ ശങ്കരൻ നായരും കൂട്ടരും. എന്നാൽ അസുഖത്തെ തുടർന്ന് വരാൻ പറ്റില്ല, മറ്റാരെയെങ്കിലും വിളിക്കാൻ ആളെ വിട്ട് പറഞ്ഞിരിക്കുകയാണ്. പെട്ടുപോയല്ലോ. അങ്ങനെ നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ കാത്തു നിൽക്കുമ്പോഴാണ് കഥാനായകൻ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി ചോദിച്ചു വരുന്നത്. അതെ, ഇത് തന്നെ ഉദ്ഘാടകൻ. അവർ ഉറപ്പിച്ചു. അപ്രതീക്ഷിതമായി വിനയന് ഗംഭീര വരവേൽപ്പ്. വേദിയിൽ പ്രമുഖ സ്ഥാനം. കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. ഉദ്ഘാടന പ്രസംഗം ഒരു വിധത്തിൽ പറഞ്ഞു തീർത്തു. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസ്. പൊടി പിടിച്ച ഫയലുകൾ. ഇതുവരെ ആരും നോക്കാത്ത ഫയൽ. നന്ദി പറയാൻ വന്നതാണ് ശങ്കരൻ നായർ. താമസിക്കാൻ വിനയന് ഒരു വീട് വേണം. ശങ്കരൻ നായർ അത് ഒപ്പിച്ചു കൊടുക്കാം എന്നും പറഞ്ഞു. പക്ഷേ ജോലി സമയം കഴിഞ്ഞ് 5 മണിക്ക് ശേഷം പോകാം എന്ന് പറഞ്ഞു വിനയൻ. ഇതാണ് വീട്. വിനയന് ഇഷ്ടപ്പെട്ടു. ഇത് രാരിച്ചൻ നായരുടെ ബന്ധുവിൻ്റെ വീടാണ്. രാരിച്ചൻ നായരുടെ വീട്ടിൽ പോയി ചോദിക്കണമത്രേ. രാരിച്ചൻ നായർ വിചാരിച്ചു രാധയെ പെണ്ണുകാണാൻ വന്നതായിരിക്കുമെന്ന്. നീ പോയിട്ട് കുറച്ച് കാപ്പി ഇട്ടേ. എന്നാൽ വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞപ്പോൾ ഭാവം മാറി. വിനയൻ വന്നത് കണ്ട് അനന്തിരവൻ വന്ന് അസ്വസ്ഥനായി. വില്ലേജ് ഓഫീസറാണെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. എവിടെയാണ്? എറണാകുളം. ഇത് കേട്ട രാധയുടെ ഭാവം മാറുന്നു. ടൗണിൽ തന്നെ എന്ന് പറഞ്ഞപ്പോൾ രാധയ്ക്ക് കാണാൻ ആഗ്രഹം. തന്റെ സങ്കല്പത്തിലെ ചെക്കൻ പട്ടണത്തിൽ ജനിച്ചവനായിരിക്കണം എന്നാണല്ലോ. വീട് വിനയന്റെ മനസ്സിലുള്ളതുപോലെ മനോഹരമാക്കി. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കാം. 2 നേരം പാല് വേണമത്രേ. അത് രാരിച്ചൻ നായരുടെ വീട്ടിൽ നിന്നും എത്തിക്കാം എന്ന് സമ്മതിച്ചു. ഇതിനിടയിൽ വാസുണ്ണി രാധയുമായി ശൃംഗരിക്കാനും സമയം കണ്ടെത്തുന്നു. ശങ്കരൻ നായരുടെ ഭാര്യ ചെറുപ്പമാണ്. ഇയാൾക്ക് സംശയമുണ്ട്. കണ്ണിക്കണ്ടവന്മാരൊക്കെ നടക്കുന്ന സ്ഥല. നീ ഇങ്ങനെ അണിഞ്ഞിറങ്ങി വിളക്കിന്റെ മുമ്പിൽ നിന്നാല് ഞാനൊന്നും പറയണില്ല. ഭാര്യ പുറത്തിറക്കാറുമില്ല. ഇതിനിടയിൽ അയൽപക്കത്തെ കള്ളുകുടിയനെ ഉപദേശിക്കാനും വിനയൻ ചെല്ലുന്നു. പ്രഭാതത്തിലെ സാധകവും പാട്ടുമെല്ലാം വിനയൻ ആരംഭിച്ചു.
പാൽ കൊടുക്കാൻ വന്ന കുട്ടികൾ മറഞ്ഞിരുന്ന് വിനയന്റെ പാട്ട് കേൾക്കുകയാണ്. ഇവിടെ രാധയുടെ മനസ്സിൽ പ്രണയം ഉണരുന്നു. കുട്ടികൾക്കും വിനയനെ ഇഷ്ടമായി. അയാളാണ് ചേച്ചിക്ക് കല്യാണം ആലോചിക്കാൻ വന്നതെങ്കിൽ സമ്മതിക്കണമെന്നും കുട്ടികൾ പറയുന്നു. രാധ വിനയനെ വളയ്ക്കാനുള്ള വഴി ആലോചിക്കുകയാണ്. കുട്ടികളും പല വഴികൾ പറഞ്ഞു കൊടുക്കുന്നു. പിറ്റേ ദിവസം പാലുമായി വന്ന കുട്ടികൾ മുണ്ടുടുത്ത് കാരണവർ സ്റ്റൈലിൽ വിനയന്റെ വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. രാധ പറഞ്ഞു വിട്ടതാണേ. നിങ്ങളെ കല്യാണം ആലോചിക്കാൻ എന്താ വഴി? എന്ന് ഒരു വിരുദ്ധന്റെ ചോദ്യം. പുഴക്കടവിൽ വെച്ച് ആദ്യമായി തമ്മിൽ സംസാരിക്കുന്നിടത്ത് പരസ്പരം പ്രണയം പ്രകടിപ്പിക്കുന്നു. വിനയൻ തീരുമാനിക്കുകയാണ്, ഈ കുട്ടിയെ തന്നെ ആലോചിച്ചാൽ എന്താ? പരിഷ്കാരത്തിന്റെ ചായം പുരളാത്തവൾ. അവരുടെ പ്രണയം വളർന്നു. ഇതിനിടയിൽ വാസുണ്ണി ശങ്കരൻ നായരുടെ വീട്ടിൽ വന്നു പോകുന്നുണ്ട്. പ്രണയം വളരുന്നതോടെ രാധയ്ക്ക് നാണം. അതുകൊണ്ട് പാലുകൊണ്ട് കുട്ടികളാണ് വരുന്നത്. വിനയൻ കുട്ടികളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിടുന്നു. പ്രിയപ്പെട്ട രാധേ, വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ? കുട്ടികളുടെ കയ്യിൽ നിന്ന് വാസുണ്ണി ആ കത്ത് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. കുട്ടികൾ വഴി അമ്മയും അറിഞ്ഞു രാധയ്ക്ക് വിനയനെ ഇഷ്ടമാണെന്ന്. അമ്മയ്ക്ക് സന്തോഷമായി. ഇതിനിടയിൽ വാസുണ്ണി കേശവന് വിനയനെ തല്ലാൻ 50 രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു. ഈ പണം വിനയന്റെ കയ്യിൽ നിന്ന് വാസുണ്ണി കടം വാങ്ങുന്നു. ഗുണ്ടകൾ രാത്രി വീട്ടുമുറ്റത്ത്. വിനയനുമായി സംഘട്ടനം. തോറ്റ് മുട്ടുമടക്കി ഗുണ്ടകൾ തിരിച്ചുപോയി. വാസുണ്ണിക്ക് വിനയൻ ചെറിയൊരു പണിഷ്മെന്റും കൊടുത്തു. ഷർട്ട് കഴുകി ഒരു 50 തൊട്ട് വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. തൊട്ടി. രാരിച്ചനും ലക്ഷ്മിക്കും രാധയെ വിനയനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വാസുണ്ണിക്ക് രാധയെ വിവാഹം കഴിക്കാൻ യോഗമില്ല എന്ന് രാരിച്ചൻ വ്യക്തമാക്കി. ഇതിനിടയിൽ വിനയനെ കാണാൻ രാരിച്ചൻ നായർ എത്തുന്നു. വെറുതെ വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. മിസ്സിസ് തമ്പിയുടെ മകളുമായി വിനയന്റെ വിവാഹം നടത്താൻ വീട്ടിൽ ആലോചന നടക്കുന്നു. സാമാന്യം സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് മിസ്സിസ് തമ്പിയുടേത്. ഈ ആലോചന അനിയൻ ബാബു കേൾക്കുന്നു. ചേട്ടനെ കാര്യം പറയാതെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ബാബു പോകുന്നത്. രാത്രി ബാബു വിനയന്റെ വീട്ടിലെത്തുന്നു. രാവിലെ രാധ പാലുമായി വീട്ടിലെത്തുന്നു. രാധയുടെ ശബ്ദം ബാബു കേൾക്കുന്നു. രാധ ഇപ്പൊ പൊയ്ക്കോ, കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം, അവിടെ ചെയ്യണം എന്നു പറയുന്നത് ബാബു കേട്ടു. പതിയെ ബാബു അത് കണ്ടുപിടിച്ചു. രാധയെയും വിനയനെയും അവരുടെ പ്രണയത്തെയും. കുട്ടിക്കൂട്ടങ്ങളും വിനയന്റെ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ തുടങ്ങി. ബാബു കുറച്ചുകാലം വിനയന്റെ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങുകയാണ്. വിനയന് വിവാഹാലോചന നടക്കുന്ന കാര്യവും ബാബു പറയുന്നു. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം വേണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. വിനയൻ ബാബുവിനോട് പറയുകയാണ്. രാധ വില്ലേജ് ഓഫീസിൽ വിനയനെ കാണാൻ വരുന്നു. വിനയൻ സ്റ്റാഫിനെ ബുദ്ധിപൂർവ്വം പല വഴിക്ക് പറഞ്ഞുവിട്ട് രാധയുമായി സല്ലാപത്തിൽ. ഈ സമയം ബാബു കയറി വരുന്നു. ആദ്യം ഒന്ന് ചമ്മിയ വിനയൻ, പക്ഷേ ബാബുവിന് ഇത് കണ്ടപ്പോൾ സന്തോഷമായി. രാധയെ ഉടൻ വിവാഹം കഴിക്കണമെന്ന് ബാബുവുമായി സംസാരിക്കുകയാണ്. എന്നാൽ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്നുറപ്പാണ്. രാധയുടെ വീട്ടിൽ വിവാഹാലോചനയുമായി ബാബുവും ശങ്കരൻ നായരും എത്തുന്നു. അച്ഛനും അമ്മയും എത്താതെ വിനയന്റെ വിവാഹം നടന്നു. അവർ ജീവിതം ആരംഭിച്ചു. നമ്മൾ എപ്പോഴാ വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നത്? വിനുവേട്ടന്റെ വീട്ടിലേക്ക് എറണാകുളത്ത്. രാധയ്ക്ക് എറണാകുളത്തേക്ക് പോകാൻ ആകാംക്ഷ. എന്നാൽ ഞാൻ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ അവരെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്നാൽ രാധയ്ക്ക് എത്രയും വേഗം ഈ ഗ്രാമത്തിൽ നിന്ന് പോകണമത്രേ. എന്നിട്ട് പട്ടണത്തിൽ ഒരു ജോലിയും വാങ്ങണം, അവിടെ ജീവിക്കാമെന്ന്. നാട്ടിൻ പുറത്ത് നിന്ന് പോകണമെന്നാണ് രാധ പറയുന്നത്. കാര്യങ്ങൾ മാറി മറയുന്നു. അച്ഛനും അമ്മയും എത്തി. രാധ വീടിനകത്ത് ഒളിക്കുന്നു. ഈ കുടിലാണോ നിന്റെ താമസം എന്ന അമ്മ. വിവാഹം നടന്ന കാര്യം വിനയൻ പറയുന്നു. രാധയെ പരിചയപ്പെടുത്തുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഭാവം മാറുന്നു. വിനയനെ പതുക്കെ കാറിനടുത്തേക്ക് വിളിച്ച അച്ഛൻ കാറിൽ കയറ്റി വേഗം വണ്ടി വിടുന്നു. എറണാകുളത്തെ വീട്ടിലേക്ക് വിനയനെ എത്തിച്ച് മുറിയിൽ പൂട്ടുന്നു. അല്ല, ഞാനൊരു കാര്യം പറയാമാവോ? കാര്യം പറയാനല്ല, കാർ ഓടിക്കാനാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ല, കൊച്ചമ്മ സാറും പറഞ്ഞതുപോലെ ഇത് സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ സ്റ്റാറ്റസ് തകരും, സമ്മതിച്ചില്ലെങ്കിൽ ബിൻ സാറിന്റെ മനസ്സും തകരും. ഇതിലേത് തകരുന്ന എളുപ്പം? ഇനി തകരുന്നത് തന്റെ തലയായിരിക്കും.
വിനയനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാനാണ് അച്ഛനും അമ്മയും പദ്ധതിയിടുന്നത്. ബാബുവും ശങ്കരൻ നായരും രാരിച്ചൻ നായരും രാധയും അമ്മയും എറണാകുളത്തെ വിനയന്റെ വീട്ടിൽ. ബാബു എന്തോ കൗശലവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കയ്യിൽ ഒരു ബാൻഡേജുമുണ്ട്. അച്ഛനും അമ്മയും വന്നു. ശങ്കരൻ നായർ ഒരു പൊതുപ്രവർത്തകന്റെ ധൈര്യത്തോടെ കാര്യങ്ങളിൽ ഇടപെടുന്നു. പെട്ടെന്ന് കുത്ത് വെട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബാബുവിനെ ആ നാട്ടുകാർ ഘരാവോ ചെയ്തെന്നും ശങ്കരൻ നേതാവാണ് രക്ഷിച്ചതെന്നും നാട്ടുകാർ പ്രകടനവുമായി വീട്ടിലേക്ക് വരുമെന്നും ബാബു പറയുന്നതോടെ തൽക്കാലം രാധയെ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ശങ്കരൻ നായർ ഭീഷണി സ്വരം ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ബാബു പറഞ്ഞുകൊടുത്ത ചെറിയ ഉപായം മാത്രം. ഐഡിയ ഫലിച്ചു. രാധയെ തൽക്കാലം വീട്ടിൽ നിർത്താൻ തീരുമാനിച്ചു. രാധയെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നുണ പറഞ്ഞ് അച്ഛനും അമ്മയും തൽക്കാലം മരുമകളായി രാധയെ സ്വീകരിക്കുന്നു. ഇത് കണ്ട വിനയനും സന്തോഷമാകുന്നു. എല്ലാവരും സമാധാനത്തിൽ പിരിയുന്നു. എന്നാൽ മുറിയിലെത്തിയ അച്ഛനും അമ്മയും അവരുടെ മനസ്സു തുറക്കുന്നു. വിനയൻ മിസ്സിസ് തമ്പിയുടെ മകളെ തന്നെ വിവാഹം കഴിക്കണം എന്ന വാശിയിലാണ് അമ്മ. രാധയെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാമെന്ന് അമ്മ. പട്ടണത്തിലെ പരിഷ്കാര ജീവിതം സ്വപ്നം കണ്ടു നടന്ന രാധയ്ക്ക് ഇത് വലിയ ഒരവസരമായി. വിനയന്റെ സഹോദരി തന്റെ മോഡേൺ ഡ്രസ്സുകൾ രാധയെ കാണിക്കുകയാണ്. അതിലൊന്ന് പരീക്ഷിക്കുകയാണ് രാധ. ഇതാ മോഡേൺ രാധ. വിനയൻ ഞെട്ടുന്നു. എനിക്കിതാണ് ഇഷ്ടം എന്ന് രാധ. തനിക്ക് ഇത് കാണുന്നത് ദേഷ്യമാണെന്ന് വിനയൻ. എന്റെ ഭാര്യ വേഷത്തിലും ഭാവത്തിലും ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാൽ വിനയൻ പഴഞ്ചനാണെന്നാണ് രാധ പറയുന്നത്. അസ്വസ്ഥനായ വിനയൻ സംയമനം പാലിച്ച് ശാന്തനായി. രാധ അമ്മയോടൊപ്പം സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞു വന്ന രാധയെ വിനയന്റെ മുറിയിലേക്ക് അമ്മ വിടുന്നില്ല. അവധി കഴിഞ്ഞ് വിനയൻ രാധയുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങുമ്പോൾ രാധ പറയുകയാണ്, ഞാൻ വരുന്നില്ല. വിനയേട്ടൻ ജോലി രാജിവെച്ചു വരൂ, നമുക്കിവിടെ കഴിയാമെന്ന്. ഇത് കേട്ട വിനയൻ ഞെട്ടി. വിനയൻ എത്ര നിർബന്ധിച്ചിട്ടും രാധ പോകാൻ കൂട്ടാക്കിയില്ല. ആ നാട്ടിൻപുറം തനിക്ക് ഇഷ്ടമല്ല എന്നാണ് രാധ പറയുന്നത്. തനിക്ക് പട്ടണമാണ് സ്വർഗമെന്ന് രാധ സമ്മതിക്കുകയാണ്. രാധയില്ലാതെ വിനയൻ പോവുകയാണ്. അമ്മയും രാധയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്നതായി നടിക്കുന്നു. ഈ തക്കത്തിൽ മിസ്സിസ് തമ്പിയുടെ മകളുമായി വിനയന്റെ വിവാഹം നടത്താം എന്ന് അമ്മ പറയുന്നത് ഇളയ മകൾ കേൾക്കുന്നു. രാധയുടെ അച്ഛന് കുറച്ച് പണം കൊടുത്ത് രാധയെ ഒഴിവാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം മകൾ കേട്ടു നിൽക്കുകയാണ്. അവർക്ക് രാധയെ ഇഷ്ടമാണ്. അനിയത്തി പറഞ്ഞ് ഈ കാര്യങ്ങൾ ബാബു അറിയുമ്പോൾ അവർ മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ഫ്രണ്ട്സിന്റെ വീടുകളിൽ വിളിച്ച് വിനയന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അവർ പറയുന്നു. മിസ്സിസ് തമ്പിയുടെ വീട്ടിലേക്ക് പോകാനിറങ്ങുമ്പോഴാണ് കുറെ അതിഥികൾ വീട്ടിലേക്ക് കയറി വരുന്നത് കാണുന്നത്. വിനയന്റെ വിവാഹം കഴിഞ്ഞ കാര്യം അറിഞ്ഞ് ആശംസ അറിയിക്കാൻ വന്നതാണ് ഫ്രണ്ട്സ്. അച്ഛൻ്റെയും അമ്മയുടെയും പദ്ധതികൾ പാളി. ബാബുവാണ് എല്ലാവരെയും വിളിച്ചു പറഞ്ഞതെന്ന് കേട്ട അമ്മ ഞെട്ടി. കല്യാണം ഡൽഹിയിൽ അശോക ഹോട്ടലിൽ വെച്ചാണ് നടന്നത് എന്നാണ് അമ്മ പറയുന്നത്. അമ്മ പൊങ്ങച്ചം പറയാൻ തുടങ്ങി. വിനയന് ഡൽഹിയിലാണ് ജോലി എന്നും അമ്മ പറയുന്നു. രാധയെ പരിചയപ്പെടാൻ വിളിക്കുകയാണ്. അവരുടെ ഇംഗ്ലീഷിന് മറുപടി പറയാൻ കഴിയാതെ രാധ പരുങ്ങി ഒരുവിധം രക്ഷപ്പെട്ടു. അച്ഛനും അമ്മയും ഒരു വിവാഹ പാർട്ടിയും ഒരുക്കി. പരിഷ്കാരികളുടെ ഇടയിൽ രാധ കഷ്ടപ്പെടുന്നത് കാണാം. പാർട്ടിയിൽ മരുമകളെ പരിചയപ്പെടുത്തിയപ്പോൾ മാനേഴ്സ് അറിയാത്ത രാധ കുറച്ച് നാണക്കേടുണ്ടാക്കി. ഇത് അച്ഛനെയും അമ്മയെയും ചൊടിപ്പിച്ചു. പതുക്കെ ശരിയാക്കാമെന്ന് ഇളയ മകൾ. ഇത് രാധയിൽ വിഷമമുണ്ടാക്കി. സിറ്റി ലൈഫിന്റെ രീതികൾ അറിയാതെ രാധ വിഷമഘട്ടത്തിലാവുകയാണ്. അത് തുടർന്നു. നാട്ടിൽ വിനയൻ ഒറ്റയ്ക്ക്. കുട്ടികൾ രാധ ചേച്ചിയെ അന്വേഷിക്കുന്നു. അവർക്ക് ചേച്ചിയെ കാണണമത്രേ. ക്ലബിൽ രാധ ടെന്നീസ് കളി കാണുകയാണ്. പെട്ടെന്ന് രാധയെ കളിക്കാൻ നിർബന്ധിക്കുകയാണ്. കോർട്ടിൽ സർവീസ് ബോൾ എങ്ങനെ ബാറ്റ് ചെയ്യണം എന്നറിയാതെ രാധ പരുങ്ങുന്നു. ഇത് കണ്ട് എല്ലാവരും പരിഹസിക്കുമ്പോൾ അമ്മ നാണം കെട്ട് എഴുന്നേറ്റു പോകുന്നു. ഇളിഭിയായി രാധ കോർട്ടിൽ. ഡൽഹിയിലെ കളിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ് ചിലർ കളിയാക്കുന്നത്. പരിഷ്കാര ജീവിതം നയിക്കാൻ പെടാപ്പാടുപെടുന്ന ചേച്ചിയെ ബാബു ഉപദേശിക്കുകയാണ്. ജ്യേഷ്ഠൻ വിനയൻ ഇനി എറണാകുളത്തേക്ക് വരില്ല എന്നാണ് ബാബു പറയുന്നത്. ഓരോ മനുഷ്യന്റെ രക്തത്തിലും ഓരോ സംസ്കാരങ്ങളുണ്ട്. വേഷവും ഭാഷയും മാറിയാൽ അതൊന്നും മാറാൻ പോകുന്നില്ല എന്നാണ് ബാബുവിൻ്റെ ഉപദേശം. തീരുമാനമെടുക്കാൻ കഴിയാതെ രാധ വിഷമിക്കുന്നു. അതേസമയം വിനയനും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഇരുവരും എന്തോ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്.
എറണാകുളത്തേക്കും മണിക്കുളങ്ങരയിലേക്കും പോകുന്ന ബസ്സുകൾ. പെട്ടെന്ന് ഒരു വിളി കേൾക്കാം. 2 ബസ്സുകളും നിർത്തി. എറണാകുളം ബസ്സിൽ നിന്ന് ഒരു പരിഷ്കാരി ഇറങ്ങുന്നു. വിനയനാണ്. മണിക്കുളങ്ങര ബസ്സിൽ നിന്ന് ഒരു ഗ്രാമീണ പെൺകുട്ടിയും. അത് രാധയാണ്. വിനയൻ തൻ്റെ രാധയ്ക്ക് വേണ്ടി പരിഷ്കാരിയായപ്പോൾ രാധ തൻ്റെ വിനയന് വേണ്ടി ഗ്രാമീണ പെൺകുട്ടിയായി. രണ്ടാളും ഹാപ്പി.